ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 7 ബേസിക് സയൻസ് 4th ചാപ്റ്ററാണ്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ മുതലാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം. സോ എന്താണ് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ് എന്ന ഭാഗത്ത് പറയുന്നത് നോക്കാം. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സം ഒബ്ജക്റ്റ് ആർ ട്രാൻസ്പാരൻറ്റ് ആൻഡ് സം ആർ ഒപ്പാക്ക്. ചിലത് ട്രാൻസ്പാരൻ്റ് ആണ്, ലൈറ്റിനെ കടത്തിവിടും. ചിലത് ഒപ്പാക്ക് ആണ്, ലൈറ്റിനെ കടത്തിവിടില്ല. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഒപ്പാക്ക് ഒബ്ജക്ട്സ്. ഒപ്പാക്ക് ഒബ്ജക്ട്സുമേ ലൈറ്റ് വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഇറ്റ് കനോട്ട് പാസ് ത്രൂ ദം, ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റ് ബാക്ക്. നമുക്കറിയാം ഒപ്പാക്ക് ഒബ്ജക്റ്റ് ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ലൈറ്റിനെ അവിടെ പാസ് ചെയ്യാൻ പറ്റാതെ ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്കിലേക്ക് തന്നെ പോവും. ഓക്കെ, ഡിം ദ ലൈറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ബൈ എൻക്ലോസിങ് ദ ഡോർസ് ആൻഡ് വിൻഡോസ്. ക്ലാസ് റൂമിലെ ലൈറ്റൊക്കെ ഡിം ചെയ്യിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക. എങ്ങനെ? ഡോർസ് ക്ലോസ് ചെയ്യുക, വിൻഡോസ് ക്ലോസ് ഒക്കെ ചെയ്തിട്ട്. ഹോൾഡ് എ മിറർ ഫേസിങ് ദ വാൾ ആൻഡ് ലെറ്റ് ദ ലൈറ്റ് ഫ്രം എ ടോർച്ച് ഫാൾ ഓൺ ഇറ്റ്. ഇതുപോലെ ഒരു മിറർ വെക്കുക, എന്നിട്ട് മിററിലേക്ക് ടോർച്ച് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു സ്ക്രീൻ ഉണ്ട് അല്ലേ, നമ്മുടെ ടോർച്ചാണ് ഈ കാണുന്നത്, ഫിഗറിൽ കാണുന്ന പോലെ. ഹാവൻ യു നോട്ടീസ് ദാറ്റ് ലൈറ്റ് റേസ് ഫാൾസ് ഓൺ ദ വാൾ ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ ദ മിറർ. അപ്പോൾ ടോർച്ചിൽ നിന്ന് മിററിലേക്കാണ് നമ്മൾ ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ മിററിൽ തട്ടിയിട്ട് പിന്നെ അത് എങ്ങോട്ടാണ് പോണത്? ചുമരിലേക്ക് അല്ലേ, ചുമരിലേക്കാണ് പോണത്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ഹോൾഡിംഗ് ദ ഫോളോയിങ് object against the wall and allowing light from the torch to fall on each of them. ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഹോൾഡിംഗ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്? അഗെയിൻസ്റ്റ് ദ വാൾ. ഏതൊക്കെയാണ് ആ ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് ആ ഒബ്ജക്റ്റ്? സ്മൂത്ത് ടൈൽ, പേപ്പർ, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, വുഡൻ, ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മൂത്ത് ടൈല്, ന്യൂ സ്റ്റീല് പ്ലേറ്റ്, ബ്രോൺസ്, ഹാർഡ് ബോർഡ്, പേപ്പർ, വുഡൻ ബ്ലോക്ക്, ഇത്രയും കാര്യങ്ങൾ എടുക്കുക. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. ദ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ലൈറ്റ് ഫെൽ. ഏതിലൊക്കെയാണ് ലൈറ്റ് വീഴുക? മിറർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. അപ്പോൾ ഏതിലൊക്കെ? മിററിൽ ലൈറ്റ് തട്ടിയിട്ട് സ്ക്രീൻ കാണും. അപ്പോൾ അവിടെ എന്ത് കൊടുത്തിട്ടുള്ള? ലൈറ്റ് റിട്ടേൺസ് വെൽ. ലൈറ്റ് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്ത് പോകും. പേപ്പറിലോ വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്. പേപ്പറിൽ തട്ടുകയാണെങ്കിൽ, പേപ്പറിൽ ടോർച്ച് അടിക്കുകയാണെങ്കിൽ പേപ്പറിൽ തട്ടും, പക്ഷെ കുറച്ച് എന്താണ് ലൈറ്റാണ് റിട്ടേൺ ചെയ്യുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വുഡൻ ബ്ലോക്കാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. വുഡൻ ബ്ലോക്കിൽ തട്ടുമ്പോൾ എന്തുണ്ടാവുക? ലൈറ്റ് ഡസ് നോട്ട് റിട്ടേൺ. ലൈറ്റ് എന്ത് ചെയ്യില്ല? റിട്ടേൺ ചെയ്യില്ല. അടുത്തത് ഹാർഡ് ബോർഡാണ്. ഹാർഡ് ബോർഡിക്ക് ടോർച്ച് അടിക്കുകയാണെങ്കിൽ ലൈറ്റ് ഡസ് നോട്ട് റിട്ടേൺ, അവിടെയും തിരിച്ച് റിട്ടേൺ ചെയ്യില്ല. ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലോ ലൈറ്റ് റിട്ടേൺസ് വെൽ. സ്റ്റീൽ പ്ലേറ്റിനാണെങ്കിൽ ലൈറ്റ് റിട്ടേൺ ചെയ്യും. ഇനി സ്മൂത്ത് ടൈലിലാണെങ്കിലോ ലൈറ്റ് റിട്ടേൺസ് വെൽ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് തട്ടിയിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥേനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തേക്ക്. ഹാവൻ യു ഫൗണ്ട് ദാറ്റ് സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ഇൻ ദ കേസ് ഓഫ് റഫ് സർഫസ്. സ്മൂത്ത് സർഫസ് എന്ത് ചെയ്യും? നല്ല പോലെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിറർ. ഇനി ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാ? വുഡൻ ബ്ലോക്ക് പോലത്തെ. അത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തോ? ഇല്ല കേട്ടോ. അപ്പോൾ വൈ ഈസ് ഇറ്റ് ദാറ്റ് റഫ് സർഫസ് കനോട്ട് റിഫ്ലക്റ്റ് വെൽ? എന്തുകൊണ്ടായിരിക്കും റഫ് സർഫസിന് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, റഫ് സർഫസ് കനോട്ട് സ്കാറ്റർ ലൈറ്റ് വെൽ ബിക്കോസ് ദേ സ്കാറ്റർ ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അതിന് സ്കാറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് പോവുക. അതിന് പോവാൻ പറ്റില്ല, കാരണം അത് പല ഡയറക്ഷൻ, ഒറ്റ ഡയറക്ഷനിലേക്ക് അല്ല അത് റിഫ്ലക്റ്റ് ചെയ്യുക, പല ഡയറക്ഷനിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പാത്ത് കിട്ടുമോ? ഇല്ല. ദർ ആർ ഇറഗുലാരിറ്റീസ് ഓൺ എ റഫ് സർഫസ് വിച്ച് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ദ ലൈറ്റ് റേസ് ടു ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. കുറേ ഇറഗുലാരിറ്റീസ് ഉണ്ട്. ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം എ മിറർ ആൻഡ് എ സാൻഡ് പേപ്പർ ആർ ഡിപ്പിക്റ്റഡ് ബിലോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മിററിൽ നിന്ന് കണ്ട കറക്റ്റായിട്ടാണ് അല്ലേ ആ ഒരു
ഫ്ലോയിൽ തന്നെയാണ് വരുന്നതും അതേ ഫ്ലോയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് തിരിച്ചു പോകുന്നതും. പക്ഷെ സാൻഡ് പേപ്പറിലാണോ കറക്റ്റ് ഫ്ലോയിൽ വന്നു തട്ടിയിട്ട് പോകുന്നത് എന്താ ഇതേപോലെ ഇറഗുലാരിറ്റീസിലാണ് പോണത്. നിങ്ങൾക്ക് ആ 2 ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഡസ് ഇൻ ദ എന്താണ് അവിടെ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, Does in the light that fall on the mirror undergo a regular reflection? മിററിൽ റെഗുലർ റിഫ്ലക്ഷൻ ആണ്. വാട്ട് അബൌട്ട് ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ സാൻഡ് പേപ്പർ? ഇറ്റ് ഈസ് ആൻ ഇറഗുലർ റിഫ്ലക്ഷൻ. അവിടെ എന്താണ് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. അറേഞ്ച് എ കോംബ് ടോർച്ച് എ മിറർ ആൻഡ് എ ഷീറ്റ് ഓഫ് A4 സൈസ് പേപ്പർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ള ഒരു ചീർപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് അല്ലേ, മിറർ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു A4 സൈസ് പേപ്പറും വെച്ചിട്ടുണ്ട്. ടോർച്ച് ചീർപ്പിൽ കൂടെ അടിക്കുക. ചീർപ്പിൽ കൂടെ അടിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ചീർപ്പിന് കുറേ പല്ലുകളുണ്ട് അല്ലേ, ബ്രഷസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് അത് നല്ല ഈക്വൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തില്ലേ. അപ്പോൾ അത് ആ ലൈറ്റ് മിററിൽ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് നോക്കി ആ ചീർപ്പിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് പോലെ തന്നെയല്ലേ. ഒബ്സർവ് ദ റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ റെഗുലർ ആയിട്ടാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് കാണിച്ചത്. അടുത്തത് റെഗുലർ റിഫ്ലക്ഷൻ എന്താണ്, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്താണെന്നുള്ള ഭാഗമാണ് കേട്ടോ. ലൈറ്റ് ഫാളിങ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി. സ്മൂത്ത് സർഫസിലാണ് ലൈറ്റ് ഫാൾ ചെയ്യണത്, അതായത് മിറർ പോലത്തെ സബ്സ്റ്റൻസ്. അതിലാണെങ്കിൽ ലൈറ്റ് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക? നല്ല റെഗുലർ ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് റെഗുലർ റിഫ്ലക്ഷൻ. മിറർ ഗീവ് എ റെഗുലർ റിഫ്ലക്ഷൻ. അതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുക. ആരാണ് തരിക? മിറേഴ്സ് ആണ് തരിക. നെക്സ്റ്റ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ് കേട്ടോ. വെൻ ലൈറ്റ് ഫാൾസ് ഓൺ റഫ് സർഫസ് ഇറ്റ് ഗെറ്റ്സ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. നല്ല റഫായിട്ട് ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല ഇതിലാണ് ലൈറ്റ് തട്ടുന്നതെങ്കിൽ, സർഫസിലാണ് തട്ടുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? തിരിച്ച് ആ റിഫ്ലക്റ്റ് ചെയ്യണത് എന്താ? ഇറഗുലാരിറ്റി, ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ തോന്നിയ പോലെ ആയിരിക്കും. കുറച്ച് അങ്ങോട്ട് പോകും, കുറച്ച് ഇങ്ങോട്ട് പോകും. അപ്പോൾ ദിസ് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെഗുലർ റിഫ്ലക്ഷൻ എന്താണ്, അതേപോലെ തന്നെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്താണെന്ന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് എന്നുള്ള ഭാഗമാണ്. കിക്ക് എ ബാക്ക് ടു എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ എ വാൾ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഒരു ബോൾ അടിക്കാനാണ് പറയുന്നത്, പല സ്ഥലത്തു നിന്ന്. ഡസ് ഇൻ ദ ബോൾ ഹിറ്റ് ദ വാൾ ആൻഡ് ബൗൺസ് ബാക്ക്. ബോള് ചുമരുമ തട്ടിയിട്ട് തിരിച്ചു പോരുമെന്ന്. ഡസ് ഇറ്റ് ഓൾവേസ് ബൗൺസ് ബാക്ക് ഇൻ ദ സെയിം മാനർ. എപ്പോഴും തട്ടിയിട്ട് പോരുമെന്ന് ചോദിച്ചാൽ തട്ടിയിട്ട് പോരും. തട്ടിയിട്ട് ബാക്കിലേക്ക് പോരുന്നത് സെയിം എല്ലാവരുടെയും ഒരേപോലെ ആവുമോ? അല്ല. Similarly, are there any peculiarities in the light rays falling on and bouncing off a mirror? അപ്പോൾ ലൈറ്റ് റേസ് ഫാളിങ് ഓർ ബൗൺസിങ് എ മിററിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ദ ലൈറ്റ് റേസ് ഫാളിങ് ഓൺ ആൻഡ് ബൗൺസിങ് ഓഫ് എ മിറർ ആൾവേസ് ബൗൺസ് ബാക്ക് ഇൻ ദ സെയിം മാനർ. മിററിൽ കൂടി ആണെങ്കിൽ ബാക്കിൽ കൂടി പോകണമെന്ന് എന്തായിരിക്കും? സെയിം മാനറിൽ തന്നെയായിരിക്കും. ദ ഫിഗർ ഗിവൺ ബിലോ. അപ്പോൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, given below shows 4 children sitting at equal distance. ഇവിടെ 4 കുട്ടികൾ ഇരിക്കുന്ന അളവ് എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസിലാണ് അവർ ഇരിക്കുന്നത്. ഓൺ 2 benches in front of the mirror. മിററിൻ്റെ മുന്നിൽ 2 ബെഞ്ചിലാണ് അവർ ഇരിക്കുന്നത്. ലിസൺ ടു ദ കോൺവെർസേഷൻ ലിസൺ ചെയ്യാൻ. ഐ സി റിയ ത്രൂ ദ മിറർ. ഫസ്റ്റ് കുട്ടി പറയണത് എന്താ? അവന് കാണുന്നത് എന്താണ്? റിയേനെയാണ്. സെക്കൻഡോ? നോ, മേഘ ഈസ് ദർ ഓൺ ദ മിറർ. അപ്പോൾ സെക്കൻഡ് വൺ കാണുന്നത് ആരെയാണ്? മേഘേനെയാണ്. തേർഡ് കുട്ടി ഐ സി നിഖിൽ. ഫോർത്ത് വൺ ഐ സി അനു. അപ്പോൾ ഓരോരുത്തരെയാണ് കാണുന്നത്. അത് നമുക്കറിയാം അല്ലേ, നമ്മുടെ വീട്ടിലെ കണ്ണാടിയുടെ അകത്ത് മിറർ ഉണ്ടെങ്കിൽ 2-3 പേര് ഇരുന്നിട്ട് നോക്കാം. ഇപ്പോൾ ഇയാൾ കാണുന്ന ആളായിരിക്കില്ല അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുന്നത്. അത് നമ്മളും ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. Why is it that the child who is sitting first can't see those sitting at the second and third position? എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിക്ക് സെക്കൻഡും തേർഡും ഇരിക്കുന്ന ആളെ കാണാൻ പറ്റാഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിമിലർലി പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. വൈ ക്യാൻ ദ അതർ ചിൽഡ്രൻ സീ ഓൾ അതേഴ്സ് ത്രൂ ദ മിറർ? എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ചിൽഡ്രൻസിനും കാണാൻ പറ്റാഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കുട്ടിക്ക് കാണാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിക്കാം. ദിസ് ഈസ് ബിക്കോസ് ദ വേ ഇൻ വിച്ച് ലൈറ്റ് ബൗൺസ് ബാക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ വാൾ. അപ്പോൾ സോ ദ ചൈൽഡ് ക്യാൻ ഓൺലി സീ ദ ഇമേജ് ഓഫ് പീപ്പിൾ ദർ ആർ ഇൻ ലൈൻ ആൻഡ്
ആൻഡ് ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് റിഫ്ലക്ട്സ്. അപ്പോൾ ഈ ലൈറ്റ് വന്ന് തട്ടിയിട്ട് ഈ ലൈറ്റ് തിരിച്ചു പോകുന്നത് ഒരു പ്രത്യേക ആംഗിളിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് ഏത് ആംഗിളാണോ വിസിബിൾ ആവണം ആ ആംഗിളിനടുത്തുള്ള കുട്ടീനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സെക്കൻഡും തേർഡും ഉള്ള കുട്ടീനെ കാണാൻ പറ്റാഞ്ഞത്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സിമിലർലി വൈ ക്യാൻ ദ അതർ ചിൽഡ്രൻ സീ ഓൾ അതേഴ്സ് ത്രൂ ദ മിറർ. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവരെയും കാണാൻ പറ്റാഞ്ഞ? ഓരോരുത്തരല്ലേ കണ്ടിരുന്നത്. അപ്പോൾ ദ മിറർ റിഫ്ലക്റ്റ് ലൈറ്റ് അക്കോർഡിംഗ് ടു ദ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ഇറ്റ്സ് സർഫസ്. അപ്പോൾ സർഫസിൽ തട്ടിയിട്ട് ഒരു പ്രത്യേക ആംഗിളിൽ കൂടിയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ ആംഗിൾ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. സോ ദ അതർ ചിൽഡ്രൻസ് കാൺ സീ ഓൾ അതേഴ്സ് ത്രൂ ഇറ്റ്. ഓക്കെ, അടുത്തത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് സം മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ്. സയൻസ് കിറ്റിലുള്ള കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. മെറ്റീരിയൽസ് റിക്വയർഡ് എ സ്മോൾ പീസ് ഓഫ് മിറർ. ഒരു മിററിൻ്റെ പീസ് വേണം. എ പ്രൊട്രാക്ടർ മെയ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു പ്രൊട്രാക്ടർ വേണം. പിന്നെ എ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോക്സ്. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ് വേണം. ഡബിൾ സൈഡഡ് ടേപ്പ്, ലേസർ ടോർച്ച്, ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ആൻഡ് എ മാച്ച് ബോക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റിന് ആവശ്യമുണ്ട്. ഫിക്സ് ദ സ്മോൾ പീസ് ഓഫ് മിറർ ഓൺ വൺ സൈഡ് ഓഫ് ദ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോക്സ് യൂസിങ് ഡബിൾ സൈഡഡ് ടേപ്പ്. ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ബോക്സ്, അതെങ്ങനെയായിരിക്കണം? ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണണല്ലേ. അവിടെ എന്ത് ചെയ്യുക, ആ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മിറർ ഫിക്സ് ചെയ്യുക. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചിത്രം കാണുന്നുണ്ടോ? ഫിൽ ദ ബോക്സ് വിത്ത് സ്മോക്ക് ഫ്രം ദ ഇൻസ്റ്റൻസ് സ്റ്റിക്ക്. ചന്ദനത്തിരി നിറച്ചിട്ട് നമ്മളോട് ആ ബോക്സിൽ നിറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു സൈഡിൽ മിറർ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അറേഞ്ച് ദ പ്രൊട്രാക്ടർ യു ഹാവ് മെയ്ഡ് അണ്ടർ ദ പ്ലാസ്റ്റിക് ബോക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് പ്രൊട്രാക്ടർ കൊണ്ടുവയ്ക്കുക. ഡ്രോ ദ പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദിസ് പ്രൊട്രാക്ടർ ടു ദ മിറർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നോർമൽ ലൈൻ. കാണാം, നിങ്ങൾ ജസ്റ്റ് പറയുമ്പോൾ ചിത്രം ഒന്ന് നോക്കാം കേട്ടോ. ചിത്രത്തിൽ കണ്ടില്ലേ അങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുള്ളത്? Allow the light from the laser torch to fall through different angles of the protractor on the point where the normal touches the mirror. അപ്പോൾ നോർമൽ ലൈനിന് നമ്മളോട് ലൈൻ വരയ്ക്കാനാണ്, ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു ലേസർ ടോർച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, റെഡ് കളറിൽ കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക? Allow the light from the laser torch to fall through different angles of the protractor. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് വരികയാണെങ്കിൽ ആ ലൈറ്റ് ഏതിൽ കൂടെയൊക്കെ പോവുക? ഈ പ്രൊട്രാക്ടറിൽ കുറേ ആംഗിൾസ് ഉണ്ട് അല്ലേ. ഏതാ? 0, 10, 20, 30, 40, 50 എന്നൊക്കെ പറഞ്ഞിട്ട് അപ് ടു 180 വരെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്ത് പോവും. മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ ലേസർ ടോർച്ച് ആൻഡ് ദ നോർമൽ. ഈ നോർമലും അതേപോലെ റേ ഓഫ് ലൈറ്റിൻ്റെ, ലേസർ ടോർച്ചിൻ്റെ റേ ഓഫ് ലൈറ്റും തമ്മിലുള്ള ആംഗിൾ ഒന്ന് മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമിലർലി മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ആൻഡ് ദി നോർമൽ. നോർമലും അതേപോലെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് വന്നിട്ട് തിരിച്ചു പോണ റേനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുക. അതും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടുക. അറിയാലോ, ഒന്നുമില്ല, ഒരു പ്ലാസ്റ്റിക് ബോക്സ്, അതിൻ്റെ സൈഡിൽ നമ്മളൊരു മിറർ വെക്കുകയാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മറ്റേ പ്രൊട്രാക്ടർ വെക്കുന്നുണ്ട്. പ്രൊട്രാക്ടറിൻ്റെ അവിടെ നിന്ന് ആ നോർമൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്ത് നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ ലൈറ്റ് റേസ് ഏതിൽ കൂടെയൊക്കെയാണ് പാസ് ചെയ്യണത്, പിന്നെ അത് തട്ടിയിട്ട് ഏതിൽ കൂടെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യണത്. അപ്പം നോർമലും റിഫ്ലക്റ്റ് ചെയ്ത് പോണതും തമ്മിലുള്ള ആംഗിളും മെഷർ ചെയ്യണം. നോർമലും അതുപോലെ ഇൻസിഡൻറ്റ് ആ വരുന്ന റേയും തമ്മിലുള്ള ആംഗിളും മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് ദി നോർമൽ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേയും ടോർച്ചും തമ്മിലുള്ളത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ ഏതാണ് തന്നിട്ടുള്ളത്? പിന്നെ തന്നിട്ടുള്ളത് 55 ഡിഗ്രിയാണ്. പിന്നെ തന്നിട്ടുള്ളത് 70 ഡിഗ്രിയാണ് കേട്ടോ. അടുത്തത് നമ്മളോട് പറയണത് അനലൈസ് ദ കംപ്ലീറ്റ് ടേബിൾ. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് വിത്തിൻ ദ നോർമൽ ആൻഡ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിഫ്ലക്റ്റിംഗ്
റിഫ്ലക്റ്റിംഗ് ലൈറ്റ് റേ വിത്ത് ദി നോർമൽ. അതായത് നമ്മുടെ നോർമൽ ലൈൻ ഏതാണെന്ന് മനസ്സിലായില്ലേ, നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ, അതും അതേപോലെ ലൈറ്റ് വരുന്ന റേ, അതായത് ഇൻസിഡന്റ് റേ എന്നാണ് പറയുക, ലൈറ്റ് റേ ഫ്രം ദി ടോർച്ചിൽ നിന്ന് വന്ന ലൈറ്റ് റേസും നോർമലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതേപോലെ നോർമലും ടോർച്ചിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോണ ലൈനില്ലേ, അതാണ് അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ, അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ഉണ്ട്, the angle made by the light ray from the torch with the normal and the angle made by the reflecting light ray with the normal are equal. ഇത് രണ്ടും എന്താണ്, ഈ റേസ് എല്ലാം ഈക്വൽ ആണ്, മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ അപ്പോൾ എന്ത് വരും, റിഫ്ലക്ട് റേയും നോർമലും തമ്മിൽ 40 ഡിഗ്രി ആവും അല്ലേ. അപ്പോൾ മറ്റേത് 55 ഡിഗ്രി ആവും, മറ്റേത് 70 ഡിഗ്രി ആവും കേട്ടോ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിനായി ഈക്വൽ ആയിരിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയുന്നത്. Okay, you have seen the light ray falling on the mirror and the reflected ray. Observe the diagram. ആ ഡയഗ്രാം ഒബ്സർവ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the ray of light falling on the mirror is the incident ray. അതായത് നമ്മുടെ ടോർച്ച് അടിക്കുമ്പോൾ തട്ടുന്ന ആ റേ ഇല്ലേ, ആദ്യം വരുന്ന ആ റേ, അതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. the point at which incident ray falls on the mirror is the point of incident. അപ്പോൾ മിററിൽ ഏത് ഭാഗത്താണോ ആ റേ തട്ടുന്നത് അതിനെയാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. the line drawn perpendicular to the mirror at the point of incident is the normal. അതായത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോർമൽ എന്ന് പറയുന്നത്. അടുത്തത് ദ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ ഈസ് റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റ് ചെയ്യുന്ന റേന് എന്താ പറയുക, റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആണ് കേട്ടോ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താ, ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവിടെ ചോദിച്ചിട്ടുള്ളത് വൈ ഡിഡ് യു ഫൈൻഡ് ഔട്ട് റിഗാർഡിംഗ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം ദ എക്സ്പീരിയൻസ് യു ഹാവ് കണ്ടക്റ്റഡ്. നിങ്ങൾ പറയുമ്പോൾ എന്താണ്, ഫ്രം ദ എക്സ്പീരിമെൻറ്റ് വി ഹാവ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് ഹിറ്റ്സ് ദ മിറർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. നമുക്ക് നേരത്തെ തന്ന എക്സ്പീരിമെൻറ്റിൽ എന്താ തന്നിട്ടുള്ളത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് തന്നിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു ദ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് റിഫ്ലക്ട്സ് ഫ്രം ദ മിറർ ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക, നേരത്തെ കുറച്ച് 3 ഡിഗ്രി തന്നിട്ട് അപ്പുറത്തെ സൈഡ് ഫില്ല് ചെയ്യാൻ പറഞ്ഞില്ലേ, അപ്പോൾ റൈറ്റ് സൈഡും അത് തന്നെ വരിക. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആണ്. അടുത്തത് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. The two sheets of paper inserted into each other. 2 ഷീറ്റ് പേപ്പർ ഇങ്ങനെ ഉള്ളിലേക്ക് തിരികെ വെച്ചിരിക്കുകയാണ്. ഓൺ 2 planes, 2 പ്ലെയിൻസിൽ, 2 പ്ലെയിൻസ് പറഞ്ഞാൽ 2 വേർതിരിവുള്ള. ഈച്ച് വാൾ ഇൻ യുവർ ക്ലാസ് റൂം ഈസ് എ പ്ലെയിൻ. നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഓരോ വാളും ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. വി വിൽ ലേൺ മോർ അബൌട്ട് പ്ലെയിൻസ് ഇൻ ഹയർ ക്ലാസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് കൂടുതലായിട്ടൊന്നും അതിൽ പറയാനില്ല. നമുക്ക് മെയിനായിട്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. സോ എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, അതിലെന്താ പറയുന്നത്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. നമ്മൾ പഠിച്ചാണല്ലേ. അപ്പോൾ ഏതെങ്കിലും നേരത്തെ ഇപ്പോൾ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് മാത്രം തന്നിട്ട് ആ ബോക്സ് ഫിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ്റെ ആൻസർ എഴുതാൻ പറ്റും, കാരണം രണ്ടും സെയിം അല്ലേ. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതേപോലെ നോർമലും ഇത് മൂന്നും സെയിം പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അടുത്തത് ലൈറ്റ് ആൻഡ് സൈറ്റ് എന്നുള്ള ഭാഗമാണ്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ലേൺ ദാറ്റ് വി സീ ഒബ്ജെക്ട് വെൻ ദെയർ ഇമേജസ് ആർ ഫോംഡ് ഓൺ ദ റെറ്റിന ഓഫ് അവർ ഐ. ഒബ്സർവ് ദ പിക്ചർ, ദ ലൈറ്റ് ഫ്രം ദ ബൾബ് റീച്ചസ് ദ ബുക്ക് ആൻഡ് ദ ഐ. അപ്പോൾ നമ്മുടെ ലൈറ്റ് ബൾബ് നമ്മളെങ്ങനെ പഠിക്കാതിരിക്കുക, ലൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ ലൈറ്റ് എവിടേക്ക് തട്ടും, ആദ്യം നമ്മളെ കണ്ണിലേക്ക് തട്ടിയിട്ട് പിന്നെ അത് ബുക്കിലേക്ക് പോകും. ഹൗ ഡസ് ലൈറ്റ് റീച്ചസ് ദ ഐ സോ ദാറ്റ് വി സീ ദ ബുക്ക്. എങ്ങനെയാണ് നമ്മുടെ
ഐയിലേക്ക് ലൈറ്റ് റീച്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലൈറ്റ് ഫ്രം ദ ബൾബ് ട്രാവൽസ് ഇൻ ഓൾ ഡയറക്ഷൻ. ബൾബിൽ നിന്നുള്ള ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ട്രാവൽ ചെയ്യുന്നുണ്ട്. സം ഓഫ് ദിസ് ലൈറ്റ് ഹിറ്റ്സ് ദ ബുക്ക് ആൻഡ് സം ഫ്രം ഇറ്റ്സ് സർഫസ്. ചിലത് നമ്മുടെ ബുക്കിൽ തട്ടും അല്ലെങ്കിൽ സർഫസിൽ തട്ടും. സം ഓഫ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് എൻറ്റേഴ്സ് ദ ഐ ആൻഡ് വി ക്യാൻ സീ ദ ബുക്ക്. അങ്ങനെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബൾബ്, ലൈറ്റ് അല്ലേ, അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ബൾബ്, ലൈറ്റ്, നമ്മുടെ ബുക്ക്, പിന്നെ ലൈറ്റ്, പിന്നെ ഐ അല്ലേ. ഓക്കെ, നമുക്ക് അവിടെ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി സീ എ ബുക്ക് വെൻ ദ ലൈറ്റ് ഫാളിങ് ഓൺ ഇറ്റ് ഗീവ് റിഫ്ലക്റ്റഡ് ആൻഡ് റീച്ചസ് അവർ ഐസ്, ബട്ട് വി സീ എ ഗ്ലോയിങ് ബൾബ് വെൻ ദ ലൈറ്റ് ഫ്രം ദ ബൾബ് റീച്ചസ് അവർ ഐസ് ഡയറക്ട്ലി എന്നാണ് അവർ പറയുന്നത്. ഹൗ ഡു വി സീ തിങ്സ്? എങ്ങനെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം കാണുന്നത്? വി സീ ആൻ ഒബ്ജക്റ്റ് വെൻ ലൈറ്റ് കംസ് ഫ്രം എനി സോഴ്സ് ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ ദാറ്റ് ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾക്ക് പല സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ മുന്നിൽ കൂടെ ഒരു കാറ് പോയാൽ കാറ് കാണാൻ പറ്റും. ഫുഡ് ഐറ്റംസ് വന്നുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ ടി വി വെച്ചാൽ ടി വി കാണാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് കാഴ്ച സാധ്യമാവുന്നത്? അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ആദ്യം നമ്മൾ ഏതാണ്, ഇപ്പോൾ കാറാണെങ്കിൽ കാറ് ആ ഒബ്ജക്റ്റുമ്പോൾ തട്ടും. എന്നിട്ട് അവിടുന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഐസിലേക്ക് തട്ടും. അപ്പോഴാണ് നമ്മൾ ആ സാധനം കാണുന്നത്. മനസ്സിലായ? ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ലൈറ്റ് ആദ്യം ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൽ തട്ടും. അപ്പോഴാണ് നമ്മളത് കാണുന്നത് കേട്ടോ. ബട്ട് വി സീ എ സോഴ്സ് ഓഫ് ലൈറ്റ് വെൻ ദ ലൈറ്റ് ഫ്രം ഇറ്റ് റീച്ചസ് അവർ ഐസ് ഡയറക്ട്ലി. ഡോണ്ട് വി സീ മെനി ബ്യൂട്ടിഫുൾ സൈറ്റ്സ് എവരി ഡേ? ദിവസവും നമ്മൾ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ഹൗ ആർ ദീസ് സൈറ്റ്സ് പോസിബിൾ? എങ്ങനെയാണ് ലൈറ്റ് ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സൈറ്റിൽ തട്ടി നമ്മളെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അടുത്തത് ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ഓൾ സീ സൈറ്റ്സ് ഓൺ എർത്ത് ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി സീ ഓൾ ദ സൈറ്റ്സ് ഓൺ എർത്ത് ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എർത്തിൽ കാണുന്നതെല്ലാം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കൊണ്ടാണോ കാണുന്നത്? യെസ്, അതന്നെ, നമ്മൾ എല്ലാം കാണുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കൊണ്ടാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്ലെയിൻ മിറർ ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. വൈ ക്യാൻ വി സീ അവർ ഓൺ ഫേസ്? നമുക്ക് നേരിട്ട് നമ്മളെ ഫേസ് കാണാൻ പറ്റുമോ? കണ്ണാടി നോക്കല്ലാണ്ട്. എന്തുകൊണ്ടാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. വി സീ ഒബ്ജക്റ്റ് വെൻ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ചസ് അവർ ഐസ്. നമുക്ക് എപ്പോഴും ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുക റിഫ്ലക്റ്റഡ് ലൈറ്റ് ഏതാണോ ഒരു ഒബ്ജക്റ്റ് അതുമ്പോൾ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദ ലൈറ്റ് ഫാളിങ് ഓൺ അവർ ഫേസ് വിൽ നോട്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ് ടു അവർ ഫേസ്. നമ്മുടെ ഫേസിലേക്ക് വന്ന് തടിച്ച ലൈറ്റ് ഫേസിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. വേറെ സൈഡിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുക അല്ലേ. സോ വി കാൺ സീ അവർ ഫേസ്. മനസ്സിലായില്ലേ? നമ്മുടെ ഫേസിലേക്ക് ലൈറ്റ് അടിക്കുന്നുണ്ട്, പക്ഷെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോണത്? വേറെ സ്ഥലത്തേക്ക് പോകണില്ല. നമ്മളെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഫേസിൽ വന്നാലല്ലേ അതിലേക്ക് അതിലാണല്ലോ നമ്മുടെ ഫേസിലാണല്ലോ ഐ ഉള്ളത്. അപ്പോൾ അവിടേക്ക് വന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അവിടേക്ക് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസ് കാണാൻ പറ്റാത്ത. പക്ഷെ മിററിൽ നമുക്ക് നമ്മുടെ ഫേസ് കാണാം. എങ്ങനെയാ? ലൈറ്റ് നമ്മുടെ എന്താ പറയുന്നത് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഐസിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ ഡിവൈസ് വി യൂസ് ടു സീ അവർ ഫേസ്? നമ്മുടെ ഫേസ് കാണാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്? വി സീ ഒബ്ജക്റ്റ് വെൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് റീച്ച് അവർ ഐസ് ദ ലൈറ്റ് ഫാളിങ് ഓൺ അവർ ഫേസ് വിൽ നോട്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ് ഒബ്ജക്റ്റ് ഏതാ? മിറർ നമുക്ക് പറയാം അല്ലേ. പ്ലെയിൻ മിറർ എന്ന് നമുക്ക് പറയാം. ഒബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സർഫസ് ഫ്രം വിച്ച് ലൈറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് റീച്ച് അവർ ഐസ് വൈൽ സീയിങ് അവർ ഫേസ് ഇൻ ദ മിറർ? ഏതൊക്കെയാണ് ആ സബ്സ്റ്റൻസസ്? അപ്പോൾ അവർ ഫേസും മിററും ആണ് ആ ഡിഫറെൻറ്റ് സർഫസസ് കേട്ടോ. നമ്മുടെ ഫേസിലും മിററിലല്ലേ തട്ടുക. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാത്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ പാത്ത് ഓഫ് ലൈറ്റ് എങ്ങനെയാണ് നടക്കണേന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്? സണ്ണിൽ ലൈറ്റ് തട്ടണു, അതുപോലെ നമ്മുടെ ഐയിലേക്ക്. അപ്പോൾ
സണ്ണ്, ലൈറ്റ്. അപ്പോൾ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാത്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ നമ്മൾക്ക് ഏതാണോ കാണേണ്ടത് ആ സർഫസിൽ തട്ടും അല്ലേ. ആ സർഫസിൽ തട്ടിയിട്ട് പിന്നെ എന്താ ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഐസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, നമുക്കത് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഓൺ വിച്ച് സർഫസ് അതർ ദാൻ ദ മിറർ ക്യാൻ യു സീ യുവർ ഫേസ്. മിറർ അല്ലാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫേസസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിറർ അല്ലാണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമുക്ക് ഈ പ്ലേറ്റൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റീൽ പ്ലേറ്റിൻ്റെ ബാക്കിലൊക്കെ നമ്മുടെ ഫേസ് കാണാൻ പറ്റും. അപ്പോൾ സ്മൂത്ത് സ്റ്റീൽ പ്ലേറ്റ്, പിന്നെ ക്ലിയർ വാട്ടറിൽ എത്തിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ സ്മൂത്ത് സർഫേസ്, ഏതെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക്